നമ്മുടെ വീട്ടിൽ വച്ചു പിടിപ്പിക്കേണ്ട 5 പഴച്ചെടികളെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വ്ലോഗിൽ പറയുന്നത്. ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലത്ത് ഞാൻ ഈ ചെടികളൊക്കെയാണ് വച്ചു പിടിപ്പിക്കാൻ പോകുന്നത്. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാവാണ് ഒന്നാമത്തേത്. ഒരു മാവെങ്കിലും വീട്ടുവളപ്പിൽ വച്ചു പിടിപ്പിക്കണം. വിത്ത് മുളച്ചുണ്ടാകുന്ന നാടൻ തൈകളേക്കാൾ നല്ലത് ബഡ് ചെയ്ത തൈകൾ നമുക്ക് വിശ്വസിക്കാവുന്ന കടകളിൽ നിന്നും വാങ്ങി നട്ടുപിടിപ്പിക്കുന്നതാണ്. മാവിൻ തൈ വളർന്നു വരുമ്പോൾ അധികം ഉയരാതെ പ്രൂൺ ചെയ്ത് ഒതുക്കി വളർത്തണം. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം മാവിൻ തൈകൾ വച്ചു പിടിപ്പിക്കുവാൻ. ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഇനങ്ങളാണ് അൽഫോൻസോ, കാലാപ്പാടി, നീലും, പ്രയോർ, മൂവാണ്ടൻ തുടങ്ങിയവ. പെടുന്ന അൽഫോൻസോ മാംഗോ വളരെ മധുരമുള്ള ഒരു ഇനമാണ്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മാവിൻ തൈകളും നമ്മുടെ നാട്ടിൽ ഇന്ന് ലഭ്യമാണ്. പെസ്റ്റിസൈഡ് ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ടാണ് ജാക്ക് ഫ്രൂട്ട്. വളരെ കുറച്ച് പരിചരണം കൊടുത്താലും പ്ലാവ് നന്നായിട്ട് ഫലം നൽകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ പോഷകങ്ങളെല്ലാം ജാക്ക് ഫ്രൂട്ടിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ജാക്ക് ഫ്രൂട്ടിൽ ധാരാളമായി വിറ്റാമിൻ സി, അതുപോലെ തന്നെ വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ എല്ലാ ഗ്രൂപ്പുകളും, ഫോളിക് ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ധാരാളമായി അടങ്ങിയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് നമ്മുടെ ഇമ്മ്യൂൺ ഹെൽത്തിന് വളരെയധികം സഹായിക്കുന്നു. നല്ല നിറവും മധുരവും രുചിയുമുള്ള ഇനങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അധികം ഉയരം വയ്ക്കാത്ത ബഡ് തൈകൾ വേണം വച്ചു പിടിപ്പിക്കാനായിട്ട്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ പ്ലാവ് ഫലം തന്നു തുടങ്ങും. J33, ശങ്കര, സിദ്ധു, കംബോഡിയൻ ജാക്ക് തുടങ്ങിയവ നമ്മുടെ നാട്ടിൽ വച്ചു പിടിപ്പിക്കാവുന്ന ഇനങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രചാരത്തിലുള്ള വിയറ്റ്നാം എയർലി പ്ലാവ് നമ്മുടെ നാട്ടിൽ വച്ചു പിടിപ്പിക്കാവുന്ന മറ്റൊരു ഇനമാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ, കേരളീയർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പഴച്ചെടിയാണ് റംബൂട്ടാൻ. പല നിറത്തിലും രുചിയിലും വ്യത്യസ്തമായ ഇനങ്ങൾ ഇന്ന് ലഭ്യമാണ്. ചുവന്ന കുലകളായി കായ് പിടിക്കുന്ന റംബൂട്ടാൻ ഇന്ന് അലങ്കാര വൃക്ഷമായും വച്ചു പിടിപ്പിക്കുന്നുണ്ട്. റംബൂട്ടാനിൽ ശരീരത്തിന് ആവശ്യമായ ഫൈബർ, വിറ്റാമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനും ഡൈജഷൻ, പിന്നെ ഹാർട്ടിൻ്റെ വെൽനസ്, ബോൺ മസിൽ സ്ട്രെങ്ത് എന്നിവയെല്ലാം റംബൂട്ടാൻ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നു. കൊളംബിയ, പെറു, ബ്രസീൽ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന പഴച്ചെടിയാണ് അബിയു. നല്ല രുചിയും മധുരവുമുള്ള പഴങ്ങളാണ് ഇത്. പഴച്ചെടികൾ തിരഞ്ഞെടുക്കുമ്പോൾ വർഷത്തിൽ പല പ്രാവശ്യം കായ്ക്കുന്ന ബഡ് ചെയ്ത ഇനങ്ങൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. കാൽസ്യം, ഫോസ്ഫറസ്, വിറ്റാമിൻ എ ആൻഡ് സി, B3 എന്നിവയുടെ സോഴ്സാണ് അബിയു ഫ്രൂട്ട്. നമ്മുടെ സ്കിൻ, ഡൈജസ്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം തുടങ്ങിയവയുടെ പ്രവർത്തനത്തിന് അബിയു ഫ്രൂട്ട് വളരെയധികം സഹായിക്കുന്നു. വർഷത്തിൽ പല പ്രാവശ്യം കായ്ഫലം തരുന്ന പേരയാണ് 5ാമത്തെ ഫ്രൂട്ട് പ്ലാന്റ്. നാടൻ ഇനങ്ങളെപ്പോലെ തന്നെ മികച്ച ഹൈബ്രിഡ് ഇനങ്ങളും വച്ചു പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം. ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് പേരയ്ക്ക. A, C തുടങ്ങിയ വിറ്റാമിനുകളും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ തന്നെ ധാതുക്കളും കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയവയെല്ലാം പേരയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ വച്ചു പിടിപ്പിക്കേണ്ട 2 ഇനങ്ങളാണ്. ഒന്ന് ക്രിംസൺ റെഡ്, രണ്ടാമത്തെ പേര് തൈ അലഹബാദ് സഫേദാണ്. അടുത്ത 5 പഴച്ചെടികളെക്കുറിച്ചുള്ള പാർട്ട് 2 വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്